ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു മന്തി ഉണ്ടാക്കിയാലോ? അപ്പം ഞാൻ ഒരു മന്തി മേക്കർ എക്സ്പേർട്ട് ഒന്നും അല്ല, പക്ഷേ യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാ റീൽസിൽ നിന്നൊക്കെ കുറച്ച് റെഫറൻസ് ഒക്കെ എടുത്തിട്ടാണ് ഞാൻ മന്തി ഉണ്ടാക്കുന്നത്. അപ്പം മൂന്നാമത്തെ വട്ടമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗായ്സ്. അപ്പം നമ്മൾ ഫസ്റ്റ് റൈസ് ബോയിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്രാമ്പൂ, ഏലക്ക, കഷ്ണം പട്ട, കുറച്ച് മല്ലി, കുറച്ച് പെപ്പർ. ഈ കപ്പിൽ 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ കുതിർത്തിയെടുത്ത റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിക്കാം. ചിക്കൻ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളം ഫുള്ളായിട്ട് കളഞ്ഞിട്ട് ഫോർക്ക് വെച്ച് കുത്തി കൊടുത്തിട്ട് നമ്മൾ എടുത്തത് കേട്ടോ ചിക്കൻ. ക്യാപ്സിക്കം, ഹോൾ സ്പൈസസ്, പിന്നെ മാഗി ക്യൂബൊക്കെ എടുത്തിട്ട്, മാഗി ക്യൂബൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. നമ്മളിതിൽ ഫുഡ് കളർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ചിക്കൻ്റെ വൈറ്റ് കളർ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ചിക്കൻ ഏകദേശം കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഗ്രേവി നമുക്ക് മാറ്റി വെക്കാം. റൈസിൽ ടോപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള ചിക്കൻ കഴിക്കാൻ നമുക്ക് വലിയ താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നിർബന്ധമില്ല കേട്ടോ. അങ്ങനെ ഫ്രൈ ചെയ്താലും ടേസ്റ്റ് ഉണ്ടാവും, അല്ലാതെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവും. സാധാരണ എല്ലാവരും ഫ്രൈ ചെയ്യാനാണ് ഉണ്ടാക്കാറ്. നമുക്ക് എന്തായാലും ഫ്രൈ ചെയ്യാം. ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ആ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. റൈസ് കൂടെ ലെയർ ചെയ്ത് കൊടുക്കാം. ഗ്രേവി ഇതിലേക്ക് ചാർക്കോൾ വെച്ചിട്ട് പുകച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിക്കാൻ വേണ്ടി ദമ്മിടുന്ന പോലെ വെക്കാം. ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 20 മിനിറ്റ് ഇത് ഒന്നുകൂടെ സെറ്റായി വരട്ടെ. അപ്പൊ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മള് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മന്തി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വിശിഷ്ട അതിഥിയെ ക്ഷണിക്കാം. ഇങ്ങനെയുണ്ടെന്ന് പറ. അപ്പം ഈ മന്തി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.